ഹലോ ഫ്രണ്ട്സ്, സോ IIM കോഴിക്കോടിന്റെ LSM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഷോർട്ട് ലിസ്റ്റ് കോഴ്സ് കുറെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ഈ LSM എന്നുള്ളത്. അപ്പൊ ഞാൻ IIM കോഴിക്കോടുള്ള കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു LSMനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടി. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അവിടെ കുറെ പേര് അവരുടെ ഒരു ഫോറിൻ ഇമേഴ്ഷന് പോയിരിക്കുകയാണ്. അപ്പൊ LSM കഴിഞ്ഞിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു കരിയർ നയിച്ചുകൊണ്ടിരിക്കുന്ന അസീൽ നമ്മുടെ കൂടെ ഉണ്ട്. സോ അസീലിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ LSM. സോ ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാല്, എനിക്ക് LSMന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത്. അപ്പൊ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഏതാണ്ട് 11 മണിക്കാണ്, ഓൺലൈൻ ആയിരുന്നു. അപ്പൊ ഞാൻ 10 മണിക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇന്റർഫേസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ കയറിയതാ. അൺഫോർച്ചുനേറ്റ്ലി ടൈ പോലും കെട്ടിയിട്ടില്ലായിരുന്നു, മൊത്തത്തിൽ കുളിച്ച് മുടിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവരെന്നെ അപ്പോഴേ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആ ഒരു 1 hour എന്താണ് LSM എന്ന് നോക്കിയിട്ട് കയറാന്ന് വിചാരിച്ചതാ. പക്ഷെ എന്താണ് LSM എന്ന് നോക്കാൻ പറ്റിയില്ല. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് LSM, ലിബറൽ സ്റ്റഡീസ് ആൻഡ് മാനേജ്മെന്റ്. സോ എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എന്താണ് ഈ LSM? സോ ബേസിക്കലി LSM എന്ന് പറയുന്നത് മാനേജ്മെന്റ് നോർമലി നമ്മുടെ നോർമൽ PGP എന്നുള്ളത് ഒന്നും കൂടി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അങ്ങനത്തെ രീതിയിൽ മാനേജ്മെന്റ് കാണുന്ന ഒരു രീതിയാണ്. LSM എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരു ഹ്യൂമൻ സെൻട്രിക് ട്രിപ്പിൾ ബോട്ടം ലൈൻ, അതായത് പീപ്പിൾ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് പ്ലാനറ്റ്, ഒന്നുകൂടി സസ്റ്റൈനബിൾ മാനേജ്മെന്റ്, അങ്ങനത്തെ രീതിയിൽ മാനേജ്മെന്റ് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് LSM എന്ന് പറയുന്നത്. ബേസിക്കലി അതാണ് LSMന്റെ ക്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോ കോഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം PGP അതേ കോഴ്സസ് തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കൂടുതലും ഒന്നുകൂടി സോഷ്യോളജി, ഹ്യൂമാനിറ്റി അങ്ങനത്തെ സബ്ജക്ട്സും കൂടി ഒന്നുകൂടി ഫോക്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങും കൂടി കിട്ടും എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് LSM ബേസിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സ്. ഓക്കെ, ഈ IIM കോഴിക്കോട് എന്തിനായിരിക്കും LSM എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? അതായത് അതിന്റെ ഒരു ഇൻഡസ്ട്രി റെലവൻസോ അല്ലെങ്കിൽ വൈ ആ ഒരു യൂണീക് കോഴ്സ് ആണല്ലോ. ഇപ്പൊ കുറെ ആൾക്കാർ ബിസിനസ് അനലിറ്റിക്സിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, HR സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫിനാൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ LSM എന്തുകൊണ്ടായിരിക്കും ഒരു ഇതെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സോ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പോ ഒന്നാമത് ഇപ്പോ നമ്മള് മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാവരും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അങ്ങനത്തെ രീതിയിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഏത് ബിസിനസ് ആയാലും സസ്റ്റൈനബിലിറ്റി ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അപ്പോൾ അതിനോട് റെഡി ആയിട്ടുള്ള ആൾക്കാരെ മാർക്കറ്റിലോട്ട് അതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു തിങ്കിങ് ലെവല്, അങ്ങനത്തെ ഒരു തിങ്കിങ് ലെവല് മോൾഡ് ചെയ്തെടുത്തിട്ട് മാർക്കറ്റിലോട്ട് വിടുന്ന, അങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് വിടുന്ന ഒരു കോഴ്സാണ്. അതാണ് ബേസിക്കലി അവർ മെന്റലി LSM എന്നുള്ള സബ്ജക്ട്. പ്രൊഫസർ AF മാത്യു അറിയാം, വൺ ഓഫ് ദ ലെജൻഡറി പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ ആള് കൺസെപ്റ്റില് ബിൽഡ് ചെയ്ത ഒരു കോഴ്സാണ് LSM എന്ന് പറയുന്നത്. AF മാത്യൂസ് നമ്മുടെ തന്നെ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന്റെ ഒരു വെൽവിഷർ കൂടിയാണ്. സോ പുള്ളിക്കാരൻ ഒരു വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതെനിക്ക് പുതിയ അറിവാണ്, പുള്ളിക്കാരന്റെ ഒരു കൺസെപ്റ്റലൈസേഷനിൽ വന്ന ഒരു കോഴ്സ് ആണെന്നുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ LSM ത്രൂ IIM കോഴിക്കോടിലെ LSM പഠിക്കുന്ന സമയത്ത് വെൻ കമ്പയർഡ് ടു MBA സ്റ്റുഡൻസ് എന്തൊക്കെ ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞുണ്ടാവുക? MBA അവരുടെ PGP ആൻഡ് PGP LSM ഓർ PGP വേഴ്സസ് PGP LSM അതിനെ കുറിച്ചൊന്ന് പറയാം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു അറിയാനുള്ള ഒരു ഇതുള്ളത്. സോ എനിക്കും ആദ്യം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഒരു ഏകദേശം ഒരു 80% സബ്ജക്ട്സ് സിമിലർ ആയിരിക്കും PGP ആൻഡ് LSM. അതായത് ചിലപ്പോൾ നമുക്കിപ്പോ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ, അത് ചിലപ്പോൾ നോർമൽ PGP കോഴ്സസിന് അവർക്ക് ചിലപ്പോൾ 3 ക്രെഡിറ്റ് കോഴ്സ് ആയിരിക്കും, നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി 2 ക്രെഡിറ്റ് കോഴ്സ് ആയിരിക്കും. അതേ നമുക്ക് ഈ സോഷ്യോളജി അങ്ങനത്തെ സബ്ജക്ട്സ് അവർക്ക് ഒന്നുകൂടി 2 ക്രെഡിറ്റ് ആയിരിക്കും, നമുക്ക് 3 ക്രെഡിറ്റ് ആയിരിക്കും. സോ ബട്ട് ബേസിക്കലി എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നുണ്ട്. സോ മാനേജ്മെന്റ് സബ്ജക്ട്സ് എല്ലാ ഫൗണ്ടേഷൻ സബ്ജക്ട്സും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി യുണീക്ക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് റൂറൽ ഇമേഴ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ബാച്ച് അത്തോളി പോയിട്ടുണ്ടായിരുന്നു. അത്തോളി പഞ്ചായത്തിൽ അവിടെ ടൂറിസം എങ്ങനെ വികസിപ്പിക്കും, പിന്നെ അവിടുത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർക്ക് ഒരു റവന്യൂ സ്ട്രീം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നമ്മൾ ബേസിക്കലി അത്തോളിയിലെ വാട്ടർ ബോഡീസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഫിഷ് ഫാമിങ് അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മഷ്റൂം കൾട്ടിവേഷൻ ഒക്കെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു റൂറൽ ഇമേഴ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു കൾച്ചറൽ ഇത് കിട്ടും, ഒരു എന്താ പറയുക, കൾച്ചറൽ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയോട് ജെൽ ചെയ്തിട്ട് ഒരു 2 ആഴ്ച അവരൊപ്പം നിന്നിട്ട് അവിടെ താമസിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായി. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇമേഴ്ഷൻ. സോ ഇപ്പൊ നമ്മള് നോർമൽ MBA എന്നുണ്ടെങ്കിൽ IIM കോഴിക്കോട് ഞാൻ പറയാം ടോപ്പ് 25 to 30% സ്റ്റുഡൻസിനാണ് ഫോറിൻ എക്സ്ചേഞ്ചിന് ഓപ്പർച്യൂണിറ്റി, ജനറൽ മാനേജ്മെന്റ്.
അപ്പോൾ ഏകദേശം ഒരു 100 സ്റ്റുഡൻസ് അറൌണ്ട്. പക്ഷെ ഞങ്ങളെന്ന് വെച്ചാൽ ബാച്ച് മൊത്തം കമ്പൽസറി ആയിട്ട് ഒരുമിച്ചാ പോകുന്നത്. ഇന്ററാക്ഷൻ മിഷന് പോകുന്നത് കമ്പൽസറി സബ്ജക്റ്റ് ആണ് അത്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവര് പോകുമ്പോൾ അവർക്കൊരു 3 months ഇന്റർനാഷണൽ എക്സ്പോഷർ അവിടെ. ഞങ്ങൾക്ക് 3 weeks ആണ്, 3 weeks കോഴ്സ്. പിന്നെ ഞങ്ങളെ കോഴ്സ് സ്റ്റഡീസ് ഒന്നുകൂടി കൾച്ചറലി അലൈൻഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പോയ സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് ആർട്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഞങ്ങൾ SDA ബക്കോണി, ഇറ്റലിയിലുള്ള SDA ബക്കോണിയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി ഈ രണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫൈനൽ സെമസ്റ്ററിൽ ഒരു തീസിസ് ഉണ്ട്. MBA കാണുന്ന തീസിസ്. നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിലൊരു നമ്മൾ ട്രിമിസ്റ്റർ ആണ്, അതിൽ 2 semester കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈ തീസിസ്. ഇൻഡിവിജ്വലി ചെയ്യുന്നതാണ്. അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യാം. പിന്നെ മെന്റേഴ്സ് ഉണ്ടാവും, അവർ ഗൈഡ് ചെയ്യും. പിന്നെ പ്രസന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഈ മെയിൻലി തീസിസ്, ഇന്റർനാഷണൽ ഇമേഷൻ, റൂറൽ ഇമേഷൻ ആണ് യുണീക് സ്റ്റാൻഡിങ് പോയിന്റ്സ് LSMന്റെ. പിന്നെ ബേസിക്കലി ബാക്കി സബ്ജക്ട്സ് ഞാൻ പറഞ്ഞില്ല, ഈ സോഷ്യോളജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീൻ സബ്ജക്ട്സ് ഒക്കെ കൂടിയിട്ട്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് തോട്ട്സ് വരും. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ സിമിലർ തന്നെയാണ്. പ്ലേസ്മെന്റ്സ് ആയാലും എല്ലാതും ലൈക് PGP and LSM. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് എല്ലാവരും, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ROI വെച്ചിട്ട് നിങ്ങൾ MBA പ്രോഗ്രാംസിനെ കണക്കാക്കരുത് എന്നുള്ളത്. കാരണം എഡ്യൂക്കേഷൻ, നമ്മൾ സ്കൂളിലൊക്കെ 12 വർഷം പോയിട്ട് എനിക്ക് തിരിച്ചൊന്നും റിട്ടേൺ കിട്ടിയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എല്ലാവരും അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് എത്ര ഫീസ് കൊടുത്തു ആൻഡ് ഫസ്റ്റ് ഇയറിലെ സാലറി വെച്ചിട്ടുള്ള ഒരു ഡിവിഷൻ ചെയ്തിട്ട് ROI എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് അറിയേണ്ടത് കോർപ്പറേറ്റില് ഈ LSM കഴിഞ്ഞ ആൾക്കാർക്കുള്ളൊരു എങ്ങനെയാണ് കോർപ്പറേറ്റ് ഇതിനെ കാണുന്നത് എന്നുള്ളത്, കോർപ്പറേറ്റ് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത്. 2 കോളേജ് എങ്ങനെ ഇതിനെ കാണുന്നുള്ളത്, അതായത് ഇൻ ടേംസ് ഓഫ് ലൈക്ക് അംബ്രല പ്ലേസ്മെന്റ് ആണോ അതോ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേസ്മെന്റ് ഇതുണ്ടോ, പ്ലേസ്കോൺ തന്നെ സെപ്പറേറ്റ് ആണോ? സോ ലൈക്ക് എനിക്കും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മേജർ ഇഷ്യൂ ഇപ്പൊ ഞാൻ LSMൽ ചേർന്ന രണ്ടിനുള്ള ഫീസും ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ LSM ചേർന്ന നല്ലൊരു ജോലി കിട്ടോ ഇങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു ചെയ്തു ലൈക്ക് ജോയിൻ ചെയ്യുമ്പോൾ. പക്ഷെ അവിടുത്തെ പ്ലേസ്മെന്റ് ഒക്കെ സിമിലർ തന്നെയാണ്. സിമിലർ എന്ന് വെച്ചാൽ അംബ്രല്ല പ്ലേസ്മെന്റ് ആണ്. എല്ലാ PGP, LSM, PGP, FIN, പിന്നെ നോർമൽ ജനറൽ PGP എല്ലാവർക്കും കൂടി ഒരേ പ്ലേസ്മെന്റ്സ് തന്നെയാണ്. സിമിലർ തന്നെയാണ്. പ്ലേസ്മെന്റ്സ് കിട്ടുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയുമ്പോൾ ഒരു വരുന്ന ഒരു 90% കമ്പനീസ് എല്ലാ ഓപ്പൺ ആയിരിക്കും. എല്ലാ സ്റ്റുഡൻസിനും 10% കമ്പനീസ് ചിലത് എന്ന് വെച്ചാൽ അവര് ന്യൂ കോഴ്സ്, റിലേറ്റീവ്ലി ന്യൂ കോഴ്സ് ആണല്ലോ LSM എന്ന് പറയുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ അത് പ്രിഫർ ചെയ്യില്ല. അങ്ങനെ ഫ്യൂ കമ്പനീസ് ഉണ്ട്. ബട്ട് 90% കമ്പനീസ് LSM ബാച്ചിനെ പ്ലേസ്ഡ് ആക്കാനുള്ള അത്രയും ടോപ്പ് കമ്പനീസ് വരുന്നുണ്ട്. അതേപോലെ ലൈക്ക് നോർമലി ഇപ്പൊ PGP എടുത്താലും LSM എടുത്താലും സിമിലർ പ്ലേസ്മെന്റ്സ് തന്നെയാണ്. ഇപ്പൊ എന്റെ ഒപ്പം പഠിച്ചവർ പലരും ആക്സെഞ്ചറിലുണ്ട്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പൊ പ്ലേസ്മെന്റ്സിന്റെ ബേസിക്കലി ഒരു ഡിഫറൻസ് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. ചില കമ്പനീസ് ഉണ്ടാവുള്ള ഫ്യൂ, ഒരു നമ്പർ ഓഫ് കയ്യിലുണ്ടാവുന്ന കുറച്ച് കമ്പനീസ് ചിലപ്പോൾ പ്രിഫർ ചെയ്യില്ല. 90% കമ്പനീസ് അങ്ങനത്തെ സെഗ്രിഗേഷൻ ഒന്നുമില്ല. അവര് എല്ലാതും പ്ലേസ്മെന്റ്സിനെ പറ്റി പേടിക്കുന്നു വേണ്ട. അത് മനസ്സിലായി. വേറെ എന്തൊക്കെ കാര്യത്തിലാണ് ശരിക്കും ഈ ജനറൽ MBA ചെയ്യുന്ന ജനറൽ MBA ആൻഡ് LSMല് ഓവർലാപ്സ് വരുന്നത് ഇൻ ടേംസ് ഓഫ് ക്യാമ്പസ് ലൈഫ്? ഇൻ ദ സെൻസ് നിങ്ങൾ ബാക്കി എല്ലാം ഒരുമിച്ചാണോ? ഒരേ ഹോസ്റ്റല്, ബാക്കി ഒരു അങ്ങനത്തെ ഡിഫറൻസ് എന്തെങ്കിലും? ബാക്കി ഡിഫറൻസ് ഒന്നുമില്ല. ആകെ നമ്മളിപ്പോ ക്ലാസ്സിൽ പോകുമ്പോൾ LSM സ്റ്റുഡൻസിന്റെ ഒപ്പം ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവാം. പിന്നെ എലക്ടീവ്സ് ഉണ്ടാവും. എലക്ടീവ്സ് എടുക്കുമ്പോൾ PGP സ്റ്റുഡൻസിന്റെ ഒപ്പം ഉണ്ടാവും എലക്ടീവ്സ് ഒക്കെ. പിന്നെ ബാക്കി എല്ലാതും ഹോസ്റ്റലായാലും എല്ലാതും ലൈക്ക് ഒന്നിച്ചിട്ട് തന്നെ PGP സ്റ്റുഡൻസ്. ഇപ്പൊ എന്റെ മേജർ ഫ്രണ്ട് സർക്കിൾ തന്നെ PGP സ്റ്റുഡൻസ് തന്നെയാണ് കൂടുതലും. അപ്പൊ അങ്ങനത്തെ ക്യാമ്പസ് ലൈഫിൽ ഒരു ഡിഫറൻസ് ഇല്ല. എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. കംപ്ലീറ്റ്ലി ഒരു നോർമൽ MBA ചെയ്യുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ക്യാമ്പസിലും ഇല്ല. മനസ്സിലായി. പിന്നെ നമ്മള് LSMന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ക്യാമ്പസിൽ ഇവന്റ്സ് ഉണ്ടാവും. ചില കൾച്ചറൽ ഇവന്റ്സ് അതായത് LSM കണ്ടക്ട് ചെയ്യുന്ന ഒന്നുകൂടി ഒരു കൾച്ചറൽ റെലവന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഇവന്റ്സ് ഇപ്പോ റിലേറ്റീവ്ലി ന്യൂ ആയിട്ട് ഇപ്പൊ ഞങ്ങളെ ഇയറിലാണ് ആദ്യമായിട്ട് നടത്തിയിരുന്നത്. അങ്ങനത്തെ കുറച്ച് 1-2 പ്രോഗ്രാംസ് ഉണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് ലൈക്ക് LSM ആണ് നടത്തുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓപ്പൺ ഫോർ എവരിവൺ. അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഇപ്പോ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം LSMന്റെ കോൾസ് ഔട്ട് ആണ്. അപ്പൊ ഉടനെ പല ഇത് കാണുന്ന ആൾക്കാരും LSMന്റെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു PGP പ്രോഗ്രാമിന്റെ ഇന്റർവ്യൂവിന് എസ്പെഷ്യലി IIMSൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇവർ പറയുന്നത് എന്താണ് ഫ്യൂച്ചർ, ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആസ് ഓഫ് നൗ മാർക്കറ്റിംഗ് ആണ്, പക്ഷെ 2 വർഷത്തെ പ്രോഗ്രാമിലൂടെ പഠിച്ച് മനസ്സിലാക്കി ഇതിൽ പോവാം അതിൽ പോവാന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ജനറൽ
ഗ്ലോബ് ആൻസർ MBA ലിങ്കോയിൽ പറഞ്ഞ ഗ്ലോബ് ആൻസർ ആണ് പൊതുവെ കൊടുക്കാറ്. LSMന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ ഒരു മൈൻഡ് സെറ്റ്? ഐ മീൻ അവരെന്തെങ്കിലും ഒരു ഡൊമൈൻ ഇൻക്ലിനേഷൻ ഉണ്ടോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ബ്രൗണി പോയിന്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വൈ LSM എന്നൊക്കെ ഉള്ളത് എങ്ങനെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും, എനിക്കറിയാം അസീൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്, പക്ഷെ എന്തെങ്കിലും ഒരു ടിപ്സ് മേ ബി ഐ മീൻ ഒരു LSM പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഡൊമൈൻ ഇൻക്ലിനേഷൻ ഒക്കെ ചോദിച്ചാൽ ജനറൽ മാനേജറിന് പറയുന്ന പോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയോ? സോ ഒരു നോർമൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എന്ന് വെച്ചാല് എന്തുകൊണ്ട് LSM എടുത്തു എന്നുള്ളൊരു ചോദ്യം വരും. സോ അതിന് നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അത് എന്തായാലും കമ്പൽസറി ആയിട്ട് അവർ ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ നോർമൽ ഒരു PGP ഉണ്ട്, LSM ഉള്ളപ്പോൾ എന്തുകൊണ്ട് LSM എടുത്തു എന്നുള്ള ചോദ്യം. സോ അതെന്ന് വെച്ചാൽ ബേസിക്കലി LSM മാത്രമേ ഗോൾ കിട്ടിയോളൂ എന്ന് പറയുന്നത് നല്ല ആൻസർ ആയിരിക്കും. അതൊരിക്കലും നല്ലൊരു ആൻസർ ആയിരിക്കില്ല. ഒബ്വിയസ്ലി അവര് അങ്ങനത്തെ ഒരാളായിരിക്കില്ല. ഇപ്പൊ വേറൊരാള് എനിക്ക് ഇതില് ഈ കോഴ്സ് സ്ട്രക്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വേറൊരാൾ അങ്ങനെ പറഞ്ഞാലും ഒബ്വിയസ്ലി ഇപ്പൊ ഇന്റർവ്യൂവിന് ആളുകളും ആ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് മറ്റേ ആളല്ലേ. നമ്മള് ബേസിക്കലി സബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് എന്ന് വെച്ചാല് ഞാനൊന്ന് പറഞ്ഞതെന്ന് വെച്ചാല് LSM എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഇപ്പൊ ഫിനാൻസും മാർക്കറ്റിംഗ് ഉണ്ട്, സപ്ലൈ ചെയിൻ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഉണ്ട്, അതിനൊപ്പം ഈ സോഷ്യോളജി അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എനിക്ക് അങ്ങനത്തെ ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് എനിക്കും താല്പര്യം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അത് വേണമെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യാം, വേണമെങ്കിൽ നമ്മളെ പാസ്റ്റിനായിട്ട് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ഞാൻ MBA ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 years ഞാൻ ബിസിനസ് ചെയ്യായിരുന്നു ഗൾഫിൽ. അപ്പൊ ഞാൻ അതിനെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഓവറോൾ എങ്ങനെ പീപ്പിൾ മാനേജ്മെന്റ്, ഇപ്പൊ കൂടുതലും അവര് LSM എന്നുള്ളൊരു കോഴ്സ് പഠിക്കുന്ന കൂടുതൽ ആൾക്കാർ ഒന്നൊരു പീപ്പിൾ സെൻട്രിക് ആയിരിക്കും, അപ്പൊ ഒന്നൊരു എംപത്തിക്കറ്റിക് ആയിരിക്കും, ഔട്ട്കംസ് അതായത് നമ്മൾ അങ്ങനത്തെ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കും എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ എനിക്ക് ഞാൻ ലിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിനോട് എനിക്ക് ഇപ്പോൾ ഒന്നുകൂടി പീപ്പിൾ ഹാൻഡ്ലിങ് അങ്ങനത്തെ രീതിയിലും ഒരു MBA എനിക്കൊരു എന്താണ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് MBA അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പൊ ബേസിക്കലി ഒരു ആൻസർ എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ USPs എല്ലാം പറയാല്ല, ഈ ഇന്റർനാഷണൽ ഇമേഴ്ഷൻ, റൂറൽ ഇമേഴ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളും പറയാം. മനസ്സിലായി. അത് എക്സൈറ്റിംഗ്. ഇപ്പോ നമ്മൾ ലൈക്ക് ഭയങ്കര നമ്മളിപ്പോ NGOസിനൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡൊമൈൻ ഇൻക്ലിനേഷൻ ഉണ്ടോ? അതായത് കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ഡൊമൈനിലുള്ള കമ്പനീസ് കൂടുതലായിട്ട് ഹയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല, യൂഷ്വൽ ഇത് തന്നെയാണ്. മനസ്സിലായി. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ LSM ചെയ്തതാണ്. പക്ഷെ നോർമലി ലൈക്ക് LSMല് ഫിനാൻസ് ഒന്നുകൂടി കുറവാണ്. പക്ഷെ എനിക്കിപ്പോ IIM കോഴിക്കോട് കൂടുതൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റുകൾ വന്നതൊക്കെ ഫുൾ ഫിനാൻസ്. ഞാൻ അസീല് വർക്ക് ചെയ്യുന്ന അത് പറഞ്ഞില്ല, അസീല് NIT കാലിക്കറ്റ് BTech പാസ് ഔട്ട് ആണ്. ഞാൻ ഒരു ബൈശാഖുമായിട്ട് ഒരു ഇന്റർവ്യൂ പണ്ട് ചെയ്തിട്ടുണ്ട്, കൺസൾട്ടിങ്, ബൈശാഖ് ആൻഡ് അക്ഷയ്. സോ അവരുടെ തന്നെ ഫ്ലാറ്റിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ആൻഡ് അവരുടെ തന്നെ കൂടെ പഠിച്ചതാണ് NITയില്. ആൻഡ് ദെൻ 3 years ബിസിനസ് റൺ ചെയ്തതിനു ശേഷം ഇപ്പം IIM കോഴിക്കോടില് PGP LSM കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താലും. ഇപ്പൊ സ്റ്റാൻഡേർഡ് ചാർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഈവൻ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കയറാൻ പറ്റാന്നുള്ളൂ. അവിടെ ഒരു ഇന്റേണൽ കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടറിന്. ഓക്കെ. ആൻഡ് അവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഐ മീൻ ഒരു LSM എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ്? സോ അത് എനിക്ക് ക്ലിയർലി പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ PGP എടുക്കാത്തോണ്ട് എനിക്കറിയില്ല എന്തോളം. പക്ഷെ എനിക്ക് ഒന്നൊരു ഇപ്പൊ ആൾക്കാർക്ക് സംസാരിക്കാനും അങ്ങനത്തെ രീതിയിലൊക്കെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വർക്കിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ചിലരൊക്കെ ഇപ്പൊ ഒന്നുകൂടി നമുക്ക് ചിലപ്പോ ഒന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അപ്പൊ നമ്മൾ ലെവലിൽ ചിന്തിക്കും, ലൈക്ക് നമ്മളൊന്ന് അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ നോക്കും. അത് ചിലപ്പോ എനിക്ക് LSMല് പഠിച്ചോണ്ടായിരിക്കണം കിട്ടിയത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മനസ്സിലായി. കാരണം ആ ഒരു ഡിഫറൻസ് ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് PGP ഫ്രണ്ട്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഞങ്ങൾ തമ്മിൽ തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണ് LSM എടുത്തോണ്ട് മറ്റേന്ന് ലൈക്ക് വർക്കിൽ എങ്ങനെ അതൊരു ഡിഫറൻസ് വന്നു എന്നുള്ളത്. ചിലപ്പോ ഒന്നുകൂടി എംപത്തറ്റിക് ആയിട്ടുണ്ടാവാമെന്ന് എനിക്ക്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളെ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ, അതായത് സ്റ്റുഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, സൈക്കോളജിന്ന് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അത് ഭയങ്കര ഡൈവേഴ്സ്. അത് ഞാൻ ചോദിച്ചില്ല, പെൺകുട്ടികൾ എത്ര ശതമാനമുണ്ട്? സോ അത്യാവശ്യം ലൈക്ക് പെൺകുട്ടികളും IIM കോഴിക്കോട് ഒന്നാമത് ഡൈവേഴ്സിറ്റി ഭയങ്കര നോണാണ്. അത് ലൈക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ഓൾമോസ്റ്റ് 50-60% ആ ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ തന്നെ ഞങ്ങൾ ജൂനിയർ ബാച്ചിൽ ചെയ്യുമ്പോൾ ഡോക്ടർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ എഞ്ചിനീയർമാർക്ക് എന്തെങ്കിലും അവരൊരു താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ടാവോ സെലക്ഷനിൽ? അങ്ങനെ ഉണ്ടോ ഡൈവേഴ്സിറ്റി കൂട്ടാൻ വേണ്ടി? ഡൈവേഴ്സിറ്റി ഡെഫിനറ്റ്ലി അക്കാഡമിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഒക്കെ ഉണ്ട്.
പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ ക്ലാസ്സിലായാലും അൾട്ടിമേറ്റ്ലി ഒരു 50% എഞ്ചിനീയേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഫാസിനേറ്റ് ചെയ്ത് തോന്നുന്നത് സൈക്കോളജിസ്റ്റ്സ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഫൺ ആസ്പെക്ട് ആയിരിക്കും. ഒരു ഫൺ ആസ്പെക്ട് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കേസ് സ്റ്റഡി ചെയ്യുമ്പോൾ അവര് ചിന്തിക്കുന്ന ഒരു രീതി നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി. അപ്പൊ അതുണ്ട്, അതൊരു ഡിഫറെന്റ് എക്സ്പോഷർ ആണ്. ഓക്കെ, ടുവേർഡ്സ് ഒരു ക്ലോസിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, LSM അസീൽ എത്രത്തോളം റെക്കമെൻഡ് ചെയ്യും? ആൻഡ് LSM ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു സംഭവം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് PGP ആൻഡ് LSM ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് പ്രിഫർ, ലൈക്ക് നിങ്ങൾക്ക് അത്ര ഒരു സസ്റ്റൈനബിൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു NGO അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് ഭാവിയിൽ പോകുന്നുണ്ടെങ്കിൽ LSM എടുത്തത് ഡെഫിനറ്റ്ലി ഐ വുഡ് റിക്കമെൻഡ്. അല്ലെങ്കിൽ PGP ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുള്ളൂ. ബട്ട് നിങ്ങൾ LSM എടുത്താലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ്. ലൈക്ക് ഒരേ പ്ലേസ്മെന്റ് ആണ്, ജോലിയും കിട്ടുന്നത് ഒരേ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ LSM ധൈര്യമായിട്ട് എടുക്കാന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ IIM കോഴിക്കോട് തന്നെ ആ ഒരു ടാഗ് ഉണ്ട്. ആ ഒരു ടാഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ഒരു ടാഗ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ലൈക്ക് ജോലി ആയാലും ഭാവിയിലെ ഓപ്പർച്യൂണിറ്റീസും എല്ലാതും നല്ലതാണ്. അപ്പോൾ IIM കോഴിക്കോടിൻ്റെ ഒരു MBA പ്രോഗ്രാം ആയതുകൊണ്ട് ആർക്കും ഒരു പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് എടുക്കാമെന്ന് ഞാനും പറയുള്ളൂ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, IIM കോഴിക്കോട് വേഴ്സസ് IIM എന്തോ? ഇത് വൈശാഖ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാനൊരു IIM ഗ്രാജുവേറ്റ് ആയിട്ട് ഞാൻ IIM കോഴിക്കോട് പറയുള്ളൂ. പിന്നെ ഞങ്ങളെ ക്യാമ്പസ്, അതാണ് ഞാൻ ഏറ്റവും ഹൈലൈറ്റ്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ഇത് K വെച്ചിട്ട് എല്ലാം ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. IIM ഇൻഡോർ അടിപൊളി ക്യാമ്പസ് ആണ്, രണ്ടും അടിപൊളി. ഞങ്ങളെ സൺസെറ്റ് IIM ഇൻഡോറിൽ കിട്ടൂല, ഇതിപ്പോ ഒരു ഡിബേറ്റ് ആവുമല്ലോ. അപ്പൊ എന്തായാലും താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ഗൈസ്. എന്തായാലും ഈ LSMന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ക്ലാരിറ്റി എനിക്ക് ഈ ഇന്റർവ്യൂന്ന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സോഷ്യോളജി ആസ്പെക്ട് ഒരു ഹോളിസ്റ്റിക് ഒരു എല്ലാ ആസ്പെക്ട്സും നോക്കുന്ന ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ സസ്റ്റൈനബിലിറ്റി, പിന്നെ റൂറൽ ഇമേഴ്ഷൻ പ്രോഗ്രാം, ഇന്റർനാഷണൽ ഇമേഴ്ഷൻ ഒക്കെ വെച്ച് വൈ LSM ആൻഡ് വാട്ട് ഈസ് LSM എന്നുള്ള ഒരു ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് വിൽ ബി ദി ബിഗസ്റ്റ് ടേക്ക് അവേ ഫ്രം ദിസ് കോൺവെർസേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് LSMന് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വേറൊരു ടേക്ക് അവേ ഫ്രം ദി ഇന്റർവ്യൂ, ഐ മീൻ എന്റെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ. അപ്പൊ താങ്ക്സ് എ ലോട്ട് അസീൽ ഫോർ സ്പെൻഡിങ് ദി ടൈം. സംഭവം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 11 മണി വരെ പണിയെടുത്തിട്ട് ഞാൻ വലിച്ച് പിടിച്ചിരുത്തിയതാണ്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. Thank you. Okay. So see you in another video. Bye bye. Bye bye.